സർ, ശബരിമല കേസ് ഇനി തെളിയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് മുരാരി ബാബുവിൻ്റെ മരണമാണ്. ഈ അന്വേഷണത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ കൊള്ള നടന്നതിൻ്റെ ഏറ്റവും സുപ്രധാന പോയിന്റ് മുരാരി ബാബു ആയിരുന്നു. മുരാരി ബാബുവിലാണ് എല്ലാം വന്നു ചേർന്നിരിക്കുന്നത്. രാഷ്ട്രീയ ബന്ധങ്ങൾ, ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ബന്ധങ്ങൾ, ജീവനക്കാരുമായി ചേർന്നിട്ടുള്ള രഹസ്യങ്ങൾ, ഇതെല്ലാം അടക്കം അറിയാവുന്ന ഏക വ്യക്തിയായിരുന്നു മുരാരി ബാബു. മറ്റുള്ളവർ ശക്തന്മാരാണ്, അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാം. മുരാരി ബാബു എന്ന് പറയുന്ന കീ പോയിന്റ് ഇല്ലാതായിരിക്കുന്നു. ഇനി ഇവർക്കെല്ലാം രക്ഷയായിരിക്കുന്നു. ഞാൻ പറയുകയാണ് സാർ, ഈ കേസ് ഇനി ഒരിക്കലും തെളിയില്ല എന്ന്. സാറിനെന്ന് തോന്നുന്നു? അല്ല, മുരാരി ബാബു വളരെ സുപ്രധാനമായ ഒരു കണ്ണിയാണ് ഈ കേസിൽ. കാരണം വളരെ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങി വലിയ പദവികളിലെത്തി ഈ ദേവസ്വത്തിൻ്റെ പല ഓഫീസുകളിലും പല അമ്പലങ്ങളിലുമൊക്കെ ഇരുന്ന് അവിടെ നിന്നൊക്കെ സ്വർണവും ബാക്കി വസ്തുവകകളും അടിച്ചു മാറ്റിയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും, ഇല്ലേ? മരിക്കുമ്പോഴും സസ്പെൻഷനിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കരളിൽ ക്യാൻസർ ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. സത്യമാണോ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ അടുത്ത കാലത്താണ് അത് സ്ഥിരീകരിച്ചിട്ട് അധികകാലം അദ്ദേഹം സർവൈവ് ചെയ്തില്ല. 1 മാസമോ 1.5 മാസമോ മറ്റോ ആയിട്ടുള്ള ഈ രോഗം സ്ഥിരീകരിച്ചിട്ട് അതിനിടയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും മരണം ദുഃഖകരം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഈ കേസിൻ്റെ പല കണ്ണികളെയും പരസ്പരം കൂട്ടി ബന്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിനെ വിസ്തരിക്കാതെ പറ്റില്ലായിരുന്നു. ഇപ്പം മുരാരി ബാബു ചിത്രത്തിൽ നിന്ന് ഔട്ടായി. ഇനി മുരാരി ബാബുവിനെ പ്രതിയാക്കാൻ പറ്റില്ല. കാരണം മരിച്ചവനെ പ്രതിയാക്കി വിചാരണ നടത്താൻ വ്യവസ്ഥയില്ലല്ലോ. അപ്പോൾ മുരാരി ബാബു ഇനിയിപ്പോൾ ഇല്ല. പിന്നെ അതിലും എല്ലാം കഴിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, ഒരാൾക്കും അറിയില്ല. എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ആർക്കും അറിയില്ല. കോടതിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. കോടതിക്കും അറിയാം, SITയിലെ ഉദ്യോഗസ്ഥർക്കും അറിയാം. അവരും കോടതിയും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോടതി പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും, SIT പറയും ഞങ്ങൾക്ക് ഇനിയും സമയം വേണമെന്ന് പറയും. അങ്ങനെ സമയം വേണം നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം കൊടുക്കാൻ കോടതി വളരെ ഔദാര്യത്തോടു കൂടി എത്ര ദിവസം ചോദിക്കുന്നു അത്രയും ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, സ്വർണം കട്ടതാരപ്പ എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം കോൺഗ്രസ്സുകാർ ഉന്നയിച്ചതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിയായിരിക്കാം. ഇന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി K. മുരളീധരൻ അന്ന് പറഞ്ഞിരുന്നത് SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. സത്യമാണല്ലോ, ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ അന്വേഷണം തെളിയണം എന്നുണ്ടെങ്കിൽ കുറേ കൂടി വലിയൊരു ഏജൻസി, കാരണം ഇതിന് വലിയ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഇതിൽ വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴദ്ദേഹം മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വളരെ വിചിത്രമായൊരു വാദഗതി അദ്ദേഹം ഉന്നയിച്ചു. ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതോടുകൂടി കഴിഞ്ഞു, ഇപ്പം ഞാൻ മന്ത്രിയാണ്, അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ബാധകമല്ല എന്നാണ്. അങ്ങനെ സംഭവിക്കുക? ഇത് ഇത്തരത്തിലൊരു വിഡ്ഢിത്തം, അയുക്തികമായൊരു വിഡ്ഢിത്തം പറയണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായ തൊലിക്കട്ടി കൂടി വേണം. എന്തായാലും K. മുരളീധരൻ അസാമാന്യമായി തൊലിക്കട്ടി കൂടി ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വസ്തുതകളെ അടിസ്ഥാനമാക്കി പറയണമല്ലോ, അല്ലാണ്ട് വായി തോന്നിയത് വിളിച്ചു പറയേണ്ടതല്ലല്ലോ. ശരി, അതൊക്കെ അന്ന് കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെയാണ്. ഇപ്പം ഞാൻ മന്ത്രിയാണ്, അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബന്ധമില്ല, ഇപ്പോൾ ഇയാൾക്ക് ഇതിനകത്തൊക്കെ വിശ്വാസം വന്ന് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ SITയിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് SITയിലും വിശ്വാസമില്ല, കോടതി ഈ അന്വേഷണം നടത്തുന്നത് ശരിയല്ല, ഇത് CBI അന്വേഷിക്കണം എന്നാണ്. പക്ഷേ ഈ ഗവൺമെൻറ് മാറിയിട്ടും ഈ ഗവൺമെൻറ് യാതൊന്നും ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, അവസാനമായിട്ടൊരു വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചതാണെന്നുണ്ടെങ്കിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നൊരു വക്കീലിന്
വാദികൾക്ക് വേണ്ടി നിയമിക്കാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, അതെ, അത് സമ്മതിക്കേണ്ടതാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. KJ പ്രദീപ് അല്ലേ സർ, KJ പ്രദീപ് അദ്ദേഹത്തെ നിയമിച്ചത്. അപ്പോൾ അതിപ്പം CPM-കാർ പറയണത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം BJP-കാരനാണെന്നാണ് പറയണത്. അദ്ദേഹം BJP-കാരനാണെന്ന് എന്താണ് വാസവൻ, നമ്മുടെ പഴയ മന്ത്രി വാസവൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം എവിടുത്തെ BJP-കാരനാണ് എന്നിങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ KB പ്രദീപ് എന്ന് പറയുന്ന വക്കീല് നമുക്കറിയുന്നത് ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയുടെ വക്കീലായിട്ട് ഇരുന്നതാണ്. പിന്നെ ആ കമ്പനിയുടെയും, അതെ, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും വക്കീലായിരുന്നുകൊണ്ട് അവരൊക്കെ നിരപരാധികളാണെന്നും ഇങ്ങനൊരു സ്വർണം കളവ് പോയിട്ടേ ഇല്ല എന്നും കോടതിയിൽ വാദിച്ച് ഉറപ്പിച്ചിരുന്നൊരു വക്കീലിനെ പിടിച്ചിട്ട് കൊള്ള തെളിയിക്കുന്നതിനുള്ള ദേവസ്വം ബോർഡിൻ്റെ വക്കീലായിട്ട്, അതും ദേവസ്വം ബോർഡിൻ്റെ വക്കീലായിട്ട്, സ്പെഷ്യൽ വക്കീലായിട്ട് നിയമിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വെറുതെ സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ അതിന് ഈ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, പക്ഷേ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളതുകൊണ്ട് താൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, താൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അത് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിയമിച്ചു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇത്തരം നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒന്നും ആലോചിക്കാതെ നടത്തുന്നതാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. വിശേഷം ദേവസ്വത്തിൻ്റെ ഒരായിട്ട് ഇയാളെ വെക്കുന്ന സമയത്ത് അതിന് ദേവസ്വം വകുപ്പ് മന്ത്രി മുരളി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല ക്രിമിനൽ ലോയറാണ്, അപ്പം നന്നായിട്ട് കേസ് നടത്തും എന്ന് കരുതിയിട്ടാണ്. വേറെയും ഒരുപാട് ക്രിമിനൽ ലോയേഴ്സ് ഉണ്ടല്ലോ. ഉണ്ട്, ഇല്ലേ? അതെ, വേറെ ഒരുപാട് ക്രിമിനൽ ലോയേഴ്സ് ഉണ്ട്. വിവിധ പാർട്ടികളുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്രിമിനൽ ലോയേഴ്സ് ഉണ്ട്. എന്തിനാണ് ശബരിമല കൊള്ളക്കേസിൽ ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ തന്നെ കൊണ്ടുവന്ന് വാദിക്ക് വേണ്ടി നിയമിച്ചതെന്നാണ് ചോദ്യം. സാർ, അതുപോലെ ഇപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വരുന്നുണ്ട്. അത് CPM-ൻ്റെ നേതാവ് തന്നെ പറഞ്ഞതാണ്. അതായത് വക്കീലിന് കിട്ടേണ്ട തെളിവുകളൊക്കെ കിട്ടി, ഇനി പ്രതിക്ക് വേണ്ടി തന്നെ വാദിക്കാം. വാദിയുടെ വക്കീലായി നിയമിച്ച് കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പിന്മാറുന്നത്. അപ്പോൾ രേഖകളൊക്കെ ഒരു പക്ഷേ കണ്ടു കാണുമല്ലോ, അവകാശം 3 ദിവസം കിട്ടി. അതെ, ആ സമയം കൊണ്ട് എല്ലാ രേഖകളും കണ്ടു. എല്ലാ രേഖകളും കണ്ടു കാണും. ആ രേഖകളുടെ ഫോട്ടോകോപ്പിയൊക്കെ അദ്ദേഹം എടുത്തു കാണും. അതെ, അത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രയാസമില്ല. ഇതിനകത്ത് എന്തെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ ഇതിനു വേണ്ടി തന്നെ നടത്തിയ ഒരു ഗൂഢാലോചനയല്ല ഇതെന്ന് എങ്ങനെ പറയാൻ പറ്റും? സാർ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു രാഷ്ട്രീയ ബന്ധം ശബരിമല കേസിൽ ഒരിക്കലും ആരോപിക്കാൻ തോന്നിയിട്ടില്ല. ഇത് ഈ പറയുന്ന ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും കൂടുതൽ ഒരു ഒത്തുകളിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഇവരെല്ലാവരും കൂടെ ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു. ഈ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇരുന്ന് ചെയ്ത കാര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ഇപ്പോൾ വന്ന കോൺഗ്രസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രതിയുടെ വക്കീലിനെ വാദിയുടെ വക്കീലായിട്ട് വെച്ചിട്ട് അയാൾ ആ ഫയലുകൾ മുഴുവൻ നോക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളെ മാറ്റി. പങ്കും കിട്ടും, കൃത്യമായിട്ട് പങ്ക് കിട്ടുമല്ലോ. അല്ല, അയാളെ മാറ്റി. അതെ, മാറ്റിക്കഴിഞ്ഞാലും ഈ സഹായിച്ചതിനുള്ള എന്നിട്ട് പറയണത് മുഖ്യമന്ത്രി ആർജവത്തോടു കൂടി അയാളെ മാറ്റിയെന്ന്. ആർജവത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ഇയാളെ എങ്ങനെ നിയമിച്ചു? അതെ, മുഖ്യമന്ത്രി നിയമവകുപ്പ് മന്ത്രി കൂടിയാണ്. അതെ സാർ, അത് മാത്രവുമല്ല, താനിവിടെ ഇല്ലായിരുന്നു, ഞാൻ വയനാടായിരുന്നു എന്നാണ് മുരളീധരൻ പറയുന്നത്. ഈ വയനാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള സ്ഥലമല്ലേ? ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കാം, ഇല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കണം, അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള. അല്ല, അങ്ങനെയല്ല, ഈ കേരളത്തിലല്ലേ വയനാട്. അതെ, അപ്പൊ പിന്നെ വയനാട്ടിലാണെന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലാണല്ലോ. മന്ത്രിക്ക് ദേവസ്വം മന്ത്രിയല്ലേ, ത്രൂ ഔട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ളതല്ലേ. അപ്പോൾ മന്ത്രി അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വയനാട്ടിലായിരുന്നു, എനിക്ക് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പോകുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ പകരം ഏൽപ്പിച്ചിട്ട് പോകുന്നു, അതെന്ത് ന്യായമാണ്? അത് മുഖ്യമന്ത്രിയെ പകരം ചുമതലയെല്ലാം കൂടെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടാണ്. അങ്ങനെ ഒരു ചുമതലയും ഒരു മന്ത്രി കേരളത്തിൽ, ഒന്നാമത്തെ കാര്യം, മന്ത്രി കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് മന്ത്രിയുടെ ജൂറിസ്ഡിക്ഷൻ ത്രൂ ഔട്ട് കേരളമാണ്. ആ ജൂറിസ്ഡിക്ഷൻ വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ചുമതല ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതുള്ളൂ. ഇത് അങ്ങനെ ഇനി അങ്ങനെ പുറത്തു പോയാലും ചുമതല ഏൽപ്പിക്കാറില്ല. കാരണം ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് ഫയലിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഈവൻ ഇപ്പോൾ ക്യാബിനറ്റ് നടക്കുമ്പോഴും അതിനകത്ത് ഈ മന്ത്രി പങ്കെടുക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ പങ്കെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയനാടെന്ന് പറഞ്ഞാൽ എവിടെയാണെന്നാണ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്. വയനാട്ടിലായിരുന്നു അയാൾ. കേരളത്തിലെ ഇത് ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുകയല്ലേ. അങ്ങനെ ഒരേ ജൂറിസ്ഡിക്ഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
മുഖ്യമന്ത്രിയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കളവാണ്. കാരണം അങ്ങനെ ചുമതല ഏൽപ്പിച്ചതിന് എന്തെങ്കിലും രേഖയുണ്ടോ, എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. വാക്കാൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. വാക്കാൽ ആര് പറഞ്ഞേക്കുന്നത്? ആകെ പറയും ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ ജൂറിസ്ഡിക്ഷനിൽ സഞ്ചരിക്കുന്നതിന് എന്തിനാണ് അനുവാദം വേണ്ടല്ലോ. സംസ്ഥാനം വിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം മുഖ്യമന്ത്രിയെ ഇൻഫോം ചെയ്താൽ മതി. തലസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇൻഫോം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെ, അത് ആവശ്യമില്ലാത്തതാണ്. ഒരു മന്ത്രിയും ചെയ്യാറില്ല. എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ബന്ധപ്പെടാൻ വല്ല പ്രയാസമുണ്ടോ? അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി LDFും UDFും കൂടി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് നാടകത്തിൻ്റെ ഭാഗമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഭരണപക്ഷത്തിന് വേണ്ടി പ്രതിക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന വക്കീലിനെ വാദിക്ക് വേണ്ടി ഹാജരാക്കുകയും വാദിയുടെ ഭാഗത്തുള്ള മുഴുവൻ തെളിവുകളും പ്രതി എടുത്തതിന് ശേഷം പ്രതിയെ അതിൽ നിന്ന് മാറ്റി മാതൃകയായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഈ അഭ്യാസം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അതെടുക്കണ്ട. ഇത് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സംഘടിത മോഷണമാണ് ഈ നടക്കുന്നത്. ഈ സ്വർണം കട്ടത് ആരപ്പ എന്ന് പറഞ്ഞവരാണ് ഇപ്പം ചെയ്യുന്നത്. സ്വർണം കട്ട പ്രതിയുടെ വക്കീലിനെ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്വർണം കട്ടവരേക്കാൾ വലിയ വീരപ്പന്മാരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൽ ഇപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഈ കേസ് തെളിയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് മുഴുവൻ മറ്റേയാൾക്ക് കിട്ടിക്കാണും. അതെ, ഇനിയിപ്പോൾ ഇവിടുന്ന് സ്വർണ്ണമേ പോയിട്ടില്ല എന്ന ഒരു SIT റിപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യം ക്ലിയറായി. കാരണം SIT എന്താ അന്വേഷിക്കണം എന്നുള്ള കാര്യം അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആദ്യമായിട്ടാണ് ഒരു അന്വേഷണം മുഴുവൻ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി ഒരന്വേഷണം. വലിയ ഇതിനേക്കാൾ നിഗൂഢമായിട്ടുള്ള കൊലപാതക കേസുകളിലെ അന്വേഷണം പോലും എല്ലാവരെയൊക്കെ അറിയിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവർ മാത്രം ഇത് വളരെ നിഗൂഢമായി ചെയ്തിരിക്കുന്നതാണ്. ആ നിഗൂഢ വൃത്തിയുടെ ഭാഗമായി ഈ കേസിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.